ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കുംഭകോണം ബസ് സ്റ്റാൻഡിലാണുള്ളത്. ഇവിടെ നിന്ന് കാരയ്ക്കൽ ബസ് കയറി തിരുനെല്ലാർ ഇറങ്ങണം. അപ്പോൾ തിരുനെല്ലാർ ശനീശ്വരൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര അങ്ങോട്ടേക്കാണ്. വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. നമ്മളിപ്പോൾ തിരുനെല്ലാറാണുള്ളത്. തിരുനെല്ലാർ ശനീശ്വരൻ്റെ ക്ഷേത്രത്തിലാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമ്മൾ തിരുനെല്ലാർ ഇറങ്ങണം. ഇവിടെ പറയാ ശനിദോഷം മാറാൻ വേണ്ടിയിട്ട് തിരുനെല്ലാറ് വന്ന് ഇവിടെ ഒരു നളതീർത്ഥമുണ്ട്. നളതീർത്ഥത്തിൽ കുളിക്കുന്ന ഡ്രസ്സ് നമ്മൾ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ക്ഷേത്ര ദർശനം നടത്താറ്. ഇവിടെ നമുക്ക് നളതീർത്ഥത്തിലേക്ക് ആദ്യം പോകും. നമ്മൾ ലാസ്റ്റ് ഒരു 3 years ബാക്ക് വന്നപ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ് വന്നത്. പക്ഷെ ഇപ്പോൾ പറയുമ്പോൾ ഒരുപാട് ഹോട്ടൽസ് പുതിയതായിട്ട് വന്നതാണെന്ന് അറിയില്ല. ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഹോട്ടലൊന്നും കണ്ടായിട്ട് ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ കുംഭകോണത്ത് സ്റ്റേ ആയത്. കാരണം ഇവിടെ വന്നിട്ട് ഹോട്ടൽസ് കുറവാണ്. പക്ഷെ ഇപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരുന്നവർ ഇവിടെ ഹോട്ടൽസ് ഒരുപാട് അവൈലബിൾ ആണ്. ഇപ്പം അങ്ങനെ നമുക്ക് ഇവിടെ തന്നെ ഹോട്ടൽസ് നോക്കാവുന്നതേ ഉള്ളൂ. ഈ കാണുന്ന ആർച്ച്, ഈ അമ്പലത്തിന്റെ ആർച്ച് ആണ്. ഇങ്ങനെ ഇതിൽ കൂടെയാണ് നമ്മൾ നാഗർത്തിലേക്ക് പോകേണ്ടത്. ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ക്ഷേത്രക്കുളം ഉണ്ട്. അതല്ല നളതീർത്ഥം, ഇതാണ് നളതീർത്ഥം. അത് വേറൊരു കുളം എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അല്ല കുളിക്കണ്ടേ. ശരിക്കും നളതീർത്ഥത്തിൽ കുളിച്ച് ആണ് നമ്മൾ ഇട്ട വസ്ത്രം അവിടെ ഉപേക്ഷിക്കുന്നത്. ഇവിടെ കണ്ട ഹോട്ടൽസ്, ഒരുപാട് ഹോട്ടൽസ് ഇവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ റൂം എടുക്കാം. ഇതാ ഈ ലെഫ്റ്റ് കാണുന്നതാണ് നളതീർത്ഥം. അമ്മ ഇങ്ങോട്ട്. ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ കാണാം. ഇവിടെ കണ്ടോ ലേഡീസ് ഡ്രസ് ചേഞ്ചിങ് റൂം എന്നൊക്കെ. ഇവിടുന്ന് കുളിക്കാന്നുള്ളതല്ല, ജസ്റ്റ് നമ്മൾ മുങ്ങി എഴുന്നേറ്റാൽ മതി. മുങ്ങി എഴുന്നേറ്റിട്ട് ഇവിടെ തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന റൂംസ് ഉണ്ട്. അതെല്ലാം ഹോട്ടൽ എടുക്കണം, നമുക്ക് ഹോട്ടൽ എടുക്കാം. ഇതാണ് നളതീർത്ഥം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു തീർത്ഥക്കുളമാണിത്. നമ്മുടെ ശനി ബാധിച്ചിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടി ഇവിടെ വന്ന് കുളിച്ച് ഇട്ട ഡ്രസ്സ് ഉപേക്ഷിച്ച് ശനീശ്വരനെ തൊഴ എന്നാണ് പറയാ. പിന്നെ ഇവര് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെ സുറ്റിപ്പോട് നവതാനീന அதுல என்ன இருக்கு? எல்லா ஓ குளிக்கலனா சுத்தி போட்டா போதும். தீர்த்தம் தெளிச்சிட்டு விநாயகர் கொண்ட தேங்காய் உடைச்சிட்டு ഓ എണ്ണ ചേക്ക വെച്ച് ബ്ലാക്ക് ടവൽ വെച്ച് കുളിക്കുന്നു. ഇവര് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയും. ശരിക്കും പറയുന്ന കറുത്ത ഡ്രസ് ഇട്ട് വന്ന് തലയിൽ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഉണ്ട് ആൾക്കാർ കുളിക്കണം എന്നുള്ളതല്ല, ജസ്റ്റ് ഒന്ന് മുങ്ങി എഴുന്നേറ്റാൽ മതിയാവും. ഇവിടെയൊക്കെ ബാത്ത് ടോയ്ലറ്റ്സ് അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അതുണ്ടാ ബാത്റൂം ടോയ്ലറ്റ് ഇവിടുത്തെ ഒരു മെയിൻ ആണിത് കേട്ടോ. നളതീർത്ഥം മൈക്ക് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്തപ്പോൾ കുറേ പോർഷനിൽ മൈക്ക് അറിയാണ്ട് ഓഫായിട്ട് റെക്കോർഡിംഗ് ഒക്കെ പോയി. അപ്പോൾ ഈ കുറച്ച് പോർഷനിൽ മ്യൂസിക് ഇല്ല. കുളിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ ഒരു ഗണപതിൻ്റെ ക്ഷേത്രമുണ്ട്. അവിടെ വന്ന് ഇവിടെ തേങ്ങ വാങ്ങിക്കാൻ കിട്ടും. തേങ്ങ വാങ്ങിച്ച് പ്രാർത്ഥിച്ചിട്ട് കർപ്പൂരം കത്തിച്ച് നമ്മൾ ദൃഷ്ടി ഒഴിയുന്ന പോലെ ഒഴിഞ്ഞിട്ട് തേങ്ങ ഉടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ കാണിച്ചു തരാം.
നമ്മള് നളതീർത്ഥത്തിൽ കുളിച്ചിട്ട് ഗണപതിക്ക് തേങ്ങ ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ ശനീശ്വരന്റെ അമ്പലത്തിലേക്ക് വരികയാണ്. നമ്മൾ ഇവിടുന്നാണ് അങ്ങോട്ട് വരുന്നത്, കാരണം ഇവിടെ ആയിരുന്നു ഇറങ്ങിയത്. നളതീർത്ഥം ഇവിടുന്ന് കുറച്ച് ബാക്കിലോട്ട് പോകേണ്ടി വരും. ഇതൊക്കെ ഒരുപാട് കച്ചവടങ്ങളുണ്ട്. പക്ഷെ ഇന്ന് സാറ്റർഡേ അല്ലല്ലോ, സാറ്റർഡേ ആണ് ശനീശ്വരന്റെ മെയിൻ ദിവസം. ഇന്നിപ്പോ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഒരുപാട് അങ്ങനെ തിരക്കൊന്നുമില്ല. അത് മാത്രമല്ല നല്ല ലേറ്റായി, 12:15. 1 മണിക്ക് നട അടയ്ക്കും, പിന്നെ വൈകിട്ട് തുറക്കത്തുള്ളൂ. അതിനു മുമ്പ് നമ്മൾ തൊഴുത് കഴിയണം. ഓ, ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതാണ് മെയിൻ എൻട്രൻസിൽ കയറി വരുമ്പോൾ കാണുന്നത്. ശിവനാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ. അതുപോലെ തന്നെ ശനീശ്വരനും അതിനിപ്പോ ഒരു ദേവീ സങ്കല്പത്തിലുള്ളൊരു ദേവിയും ഉണ്ട്. ഈ വാതിൽ അടച്ചു 1 മണി ആയതുകൊണ്ട് നമ്മൾ ചെറിയ ഡോറിക്കൂടെ പോണം. കയറി വരുന്ന റൈറ്റ് സൈഡിലായിട്ട് ലൈറ്റിനിങ് ഓഫ് തിളദീപം എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെയാണ് നമ്മൾ ദീപങ്ങൾ കത്തിക്കുന്നത്, എള്ളുതിരിയൊക്കെ കത്തിക്കില്ലേ, അതുപോലെ ഇവിടുത്തെ പ്രധാന ആണ് തിളദീപം കത്തിക്കൽ എന്ന് പറഞ്ഞത്. പിന്നെ എള്ളുതിരി തന്നെ ആണെന്ന് തോന്നുന്നു. അല്ല, കത്തിച്ചു കൊടുത്തിരിക്കുന്നത്.
ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഒരു ടിക്കറ്റിന്, അതായത് ഒരു ദീപത്തിന് 5 രൂപ. എത്ര വേണമെങ്കിലും കത്തിക്കാം. അവർ പറയുന്നത് 9 എണ്ണം കത്തിക്കണം എന്നാണ്, അല്ലെങ്കിൽ 3, 5, 9, 7 അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കത്തിക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ എന്നിട്ട് വാങ്ങി കത്തിക്കാം. ലേറ്റായി. எவ்வளோ வைக்கணும் அக்கா? 3 வாங்கிருக்கீங்களா? போதுமா? போடுங்க, ஏற்றி வைங்க. அம்மா இக்கಡೆ ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ഇതിങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എന്താണെന്ന് എനിക്ക് യാതൊരു ഐഡിയ. നല്ല രസമുണ്ട് ഇതിന്റെ ഷെയ്ഡൊക്കെ, നല്ല രസമുള്ള ഒരു സാധനം. ഇതേನು സാമ്പ്രാണിയാ ക്രിസ്റ്റൽ எப்படி யூஸ் பண்றது? അടുപ്പ് കറിയോ? ഓക്കെ ഓക്കെ ശരി ശരി. ഓ, ഇത് പൊടിച്ചിട്ട് അടുപ്പിലെ കരിയില്ലേ, ഇവിടെ എന്താ പറയാ, തീ, അത് വെച്ചിട്ട് പുകയ്ക്കില്ലേ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്നൊരു മീൽസ് കഴിച്ചിരുന്നു. അത് പറഞ്ഞാൽ ഭയങ്കര മെമ്മറിയാണ് ആ മീൽസ്. എപ്പോഴും പറയും കഴിച്ചത് വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മീൽസ് ഇവിടുത്തെ ആയിരുന്നു എന്ന്. അങ്ങനെ വീണ്ടും അതേ മീൽസ് കഴിക്കാനുള്ള ആഗ്രഹത്തിൽ ആ ഷോപ്പ് തപ്പി നടക്കുകയാണ്. ഏകദേശം ഒരു 3 ഇയർ ബാക്കാണ് ഞങ്ങൾ വന്നതിന് മുമ്പ്. അപ്പോൾ ഉറപ്പില്ല ഇത് തന്നെയാണോ ആ ഷോപ്പെന്ന്. ഏകദേശം ആ ഷോപ്പിരുന്ന സ്ഥലത്തുണ്ടായിരുന്നൊരു ഷോപ്പിൽ കയറി നമ്മൾ മീൽസ് കഴിച്ചതാണ്. മീൽസ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അന്നത്തെ അത്രയും അടിപൊളിയായിട്ട് തോന്നിയില്ല. തിരുനല്ലാർ യാത്രയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.